അല്പസമയത്തിനകം തുടക്കമാകും. ബെലാറൂസ് നഗരം ഗോമലിൽ വെച്ചാണ് ചർച്ച. സമാധാന ചർച്ച തുടങ്ങാനിരിക്കെ വീണ്ടും റഷ്യയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനയുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തി. യൂറോപ്യൻ അംഗത്വം യുക്രൈൻ അർഹിക്കുന്നുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞു. അംഗത്വം അതിവേഗം നൽകാൻ നടപടികൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് സെലൻസ്കി അപേക്ഷ നൽകി. അതേസമയം യുക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ ആക്രമണം തുടരുകയാണ്. വാർ ഡെസ്കിൽ നിന്ന് സജീവ് സിവാരും ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഗോപിക സുരേഷും ചേരുന്നു. സജീവിലേക്ക്. സജീവ്, ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ചർച്ച? അശ്വതി, നയതന്ത്ര തലത്തിലുള്ള ചർച്ച എന്നുള്ളത് പ്രധാനമാണ്. അതേസമയം സെലൻസ്കി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കണം, ഒപ്പം റഷ്യൻ സേന പൂർണ്ണമായും പിന്മാറണം എന്ന ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളിൽ മേലാണ് ചർച്ച നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച ഉടൻ എന്തെങ്കിലും ഫലമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സെലൻസ്കിയും അത്തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നു. തൻ്റെ സൈന്യം അല്ലെങ്കിൽ യുക്രൈൻ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് കൊണ്ടാണ് സമാധാനം നടപ്പാവാത്തത് എന്ന് ലോകം നാളെ പറയാൻ ഇടവരരുത്. അതുകൊണ്ടാണ് താൻ ചർച്ചകൾക്ക് തയ്യാറാകുന്നത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് പറയുകയുണ്ടായി. ആ തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. സമാധാനത്തിൻ്റെ സാധ്യതകൾ വിദൂരമാണെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസമേകുന്നതാണ്. യുക്രൈനിലുള്ള 5 അംഗ സംഘമാണ്, അതായത് സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് അടക്കമുള്ള 5 അംഗ സംഘമാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി ബെലാറൂസിൽ എത്തിയിരിക്കുന്നത്. ബെലാറൂസിൻ്റെ പ്രതിനിധിയും ചർച്ചയ്ക്ക് ഉണ്ട്. അതേസമയം ഈ സമയത്ത് തന്നെയാണ് സെലൻസ്കി ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനിൽ അടിയന്തരമായി അംഗത്വം നൽകണം എന്ന ആവശ്യം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത്. നടപടികളെല്ലാം ലഘൂകരിച്ചു കൊണ്ടുവേണം തങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാൻ. അതായത് നേരത്തെ തന്നെ അതിനുള്ള അർഹത യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഈ തരത്തിൽ അംഗത്വം ലഭിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ആവശ്യം സ്വാഭാവികമായിട്ടും റഷ്യയെ പ്രകോപിപ്പിക്കും. റഷ്യയുടെ പ്രധാന പ്രശ്നവും റഷ്യയെ ഭയക്കുന്ന ഒരു കാര്യവും യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നു എന്നുള്ളതാണ്. ഈ തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം 4,22,000 പേർ അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിലേക്ക് എത്തി എന്നാണ് UN-ൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന UN-ൻ്റെ ട്വീറ്റാണത്. ഐക്യരാഷ്ട്രസഭ പറയുന്നത് രാജ്യത്തിനകത്ത് യുക്രൈനകത്ത് ഡിസ്ലൊക്കേറ്റഡായി, അതായത് വീട് വിട്ടിറങ്ങിയ 1 ലക്ഷത്തിലേറെ പേർ ഉണ്ട് എന്ന ദുഃഖകരമായ വാർത്തയും വരുന്നു. താൽക്കാലികമായി അവിടെ വെടിനിർത്തലുണ്ടെങ്കിലും കീവിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് എത്രയും പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാഹചര്യമാണ് ഒരുക്കുകയാണ് റഷ്യൻ സൈന്യം ചെയ്തിരിക്കുന്നത്. ആളുകളോട് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം കനക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. വരും മണിക്കൂറുകളിൽ അത്തരം വാർത്തകളാണ് വരാനിരിക്കുന്നത്. ഇതിനിടയിലാണ് ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അശ്വതി, സജീവ്, ഇപ്പോൾ ചർച്ച തുടങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ഈ ആക്രമണം ഇപ്പോഴും പലയിടത്തും തുടരുകയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ കീവിൽ നിന്നും ഇപ്പോൾ ഈ കർഫ്യൂ പിൻവലിച്ചത് അത് വലിയൊരു ആശ്വാസം നമ്മൾ മലയാളി വിദ്യാർത്ഥികൾക്കടക്കം ഈ ബങ്കറിൽ കുടുങ്ങിയവർക്ക് അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ലേ? യഥാർത്ഥമായി പുതിയൊരു വാർത്ത കൂടിയുണ്ട്. അതായത് ഇന്ത്യ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, അതായത് മാനുഷികമായ സഹായങ്ങൾ യുക്രൈന് നൽകാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം സായുധ സേനയെ എയർക്രാഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾ ശ്രമിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള സഹായമെല്ലാം യുക്രൈൻ ലഭിക്കുന്നുണ്ട്. ഈ സമയത്ത് റഷ്യൻ സേനയിൽ നിന്നുള്ള വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമില്ല കീവിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ വിവരങ്ങൾ ഗോപിക ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നൽകും. ഇപ്പോൾ നമ്മുടെ കീവിൽ നിന്നുള്ള നമ്മുടെ കുട്ടികളുടെ വിവരങ്ങൾ എന്താണ് പുതിയതായി ലഭിക്കുന്നത്? സജീവ്, കീവ് നമുക്കറിയാം ഒരു മെഡിക്കൽ ഹബ്ബാണ്. കൂടുതൽ നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്നത് കീവിലാണ്. കീവ് കേന്ദ്രീകരിച്ച് പ്രധാനമായും 3 മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണുള്ളത്. കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബോഗോമൊളെക്സ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഒപ്പം തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഉണ്ട്. ഈ ബോഗോമൊളെക്സ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 600 ഇന്ത്യക്കാരാണ് വിദ്യാർത്ഥികളായിട്ടുള്ളത്. 250 പേർ മലയാളികളാണ്. ഈ 250 പേരടങ്ങുന്ന സംഘം
സംഘം ഏതാണ്ട് യാത്ര തിരിച്ചിട്ടുണ്ട്, പല ഗ്രൂപ്പുകളായി ചേർന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരം. യുക്രൈൻ പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കീവിൽ നിന്ന്, അതായത് കീവിൽ താമസിക്കുന്ന കുട്ടികൾ എത്രയും വേഗം തന്നെ ഈ ട്രെയിൻ ആക്സസ് ഉള്ള സ്ഥലത്തേക്ക് എത്തുക, ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ് എംബസി നൽകിയിട്ടുള്ള നിർദ്ദേശം. കീവിൽ ഉള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ ഒഴിയണമെന്നാണ് എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ച് കുട്ടികൾ ബോഗോമോൾസ്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ കീവ് കേന്ദ്രീകരിച്ച് തന്നെ ഏതാണ്ട് നമ്മുടെ 1000-ഓളം മലയാളി വിദ്യാർത്ഥികളാണ് ഉള്ളത്, പഠിക്കുന്നുള്ളത്, അവരുടെ ഹോസ്റ്റലുകളിൽ കഴിയുന്നത്. അതായത് അപ്പോൾ ഇവർക്ക് കീവിൽ നിന്ന് ലിവോവിലേക്കാണ് ട്രെയിൻ സർവീസ് ഉള്ളത്. അങ്ങനെ കുട്ടികൾ ഒരു 8 മണിക്കൂറിലധികം സഞ്ചരിച്ചാണ് ലിവോവിലേക്ക് എത്തുന്നത്. ലിവോവിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രദേശം പോളണ്ട് അതിർത്തിയാണ്. ആ തരത്തിൽ പോളണ്ട് അതിർത്തികളിലേക്ക് എത്താനാണ് നിലവിൽ നമ്മളുടെ മലയാളി കുട്ടികളുടെ സംഘം ആരംഭിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ള ട്രെയിൻ സർവീസുകൾ ഇപ്പോൾ അത്തരം സർവീസുകൾ ഉണ്ടോ, ലഭ്യമാണോ? അപ്പോൾ സജീവ്, അതാണ് കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞത്. ട്രെയിൻ സർവീസ് ത്രൂ ആക്കിയിട്ടുണ്ട്. യുക്രൈൻ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ, ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ത്രൂ ആക്കിയിട്ടുണ്ട് കീവിൽ നിന്ന് ലിവോവിലേക്ക്. പക്ഷേ ഇതിലെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അതിർത്തി മേഖലകളിലേക്ക് എത്തുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചാണ്. കാരണം ഇവർ പോളണ്ട് അതിർത്തി, സ്ലോവാക്യൻ അതിർത്തി, ഹംഗേറിയൻ അതിർത്തി, റൊമേനിയ, മോൾഡോവ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഈ അതിർത്തികളിൽ മണിക്കൂറുകളോളം അതിശൈത്യമാണ്, മൈനസിലേക്കാണ് അവരുടെ ടെമ്പറേച്ചർ പോകുന്നത്. മണിക്കൂറുകളോളം അതിശൈത്യം, മഞ്ഞുമഴ, ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അവിടെ കഴിയുന്നത്. 3 ദിവസം 4 ദിവസമൊക്കെ കാത്തു കെട്ടിക്കിടന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് തൊട്ടടുത്ത രാജ്യത്തേക്ക് ഈ യുക്രൈനിയൻ സേന കടത്തിവിടുന്നത്. ഈ പോളണ്ട് അതിർത്തിയിൽ നിന്ന് ഇന്നലെ മുതൽ യുക്രൈനിയൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് മോശം അനുഭവം, ലാത്തി ചാർജ് അടക്കമുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ എംബസി കൃത്യമായി ഇടപെടുകയും ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നും പോളണ്ട് അതിർത്തിയിൽ എത്തുന്ന കുട്ടികൾ ബുദ്ധിമുട്ടുകയാണ്. ഈ കുട്ടികളൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എംബസി മറ്റൊരു രാജ്യത്തേക്ക്, ഇപ്പോൾ പോളണ്ട് അല്ലെങ്കിൽ ഹംഗറി തുടങ്ങി മറ്റൊരു രാജ്യത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ക്യാമ്പുകളും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. ഫ്രീ ഫുഡ് അടക്കമുള്ള സംവിധാനങ്ങൾ മലയാളി അസോസിയേഷനൊക്കെ കൃത്യമായി അവർക്ക് ഇടപെട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യുക്രൈനിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതിർത്തി കടക്കുക എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും സ്ലോവാക്യൻ ഹംഗറി ബോർഡറുകളിൽ നമ്മുടെ കുട്ടികൾ അതിശൈത്യം, മഞ്ഞ് മഴയൊക്കെ സഹിച്ച് അവിടെ തുടരുകയാണ്. ഖാർക്കീവിൽ നിന്നുള്ള ആളുകളുടെ വിവരം എന്താണ്? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഖാർക്കീവ് പോലെയുള്ള, അതായത് ഈ ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയുടെ ഏറ്റവും അതിർത്തി പങ്കിടുന്ന സുമി, ഖാർക്കീവ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള കുട്ടികൾ. ഈ പ്രദേശങ്ങളിലും കൂടുതൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ കൂടുതലും ഈ പ്രദേശങ്ങളിലും ഉണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് നിലവിൽ അവിടെ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. കാരണം അവിടെ കർഫ്യൂ ആണ്, കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഖാർക്കീവിലൊക്കെ താമസിക്കുന്ന ആ കുട്ടികൾ ഇപ്പോഴും ബങ്കറിൽ തന്നെയാണ് താമസിക്കുന്ന. ഒരുപാട് കുട്ടികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഖാർക്കീവിൽ നിന്നൊരു കൃഷ്ണ ഖാർക്കീവ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. കൃഷ്ണ 4 ദിവസമായി അവിടുത്തെ ഹോസ്റ്റലിൻ്റെ മെസ്സിനോട് ചേർന്നുള്ള ബങ്കറിലാണ് കഴിയുന്നത്. കൃഷ്ണ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക അവർക്ക് ഭക്ഷണം കഴിഞ്ഞു, വെള്ളമില്ല, ആ തരത്തിലുള്ള കാര്യങ്ങളാണ്. മിക്ക ബങ്കറുകളിലും അടിസ്ഥാന സൗകര്യം പോലുമില്ല. കാരണം അത് ഉപയോഗിക്കാതെ കിടന്നിരുന്ന സ്ഥലമാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. പെൺകുട്ടികളാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പീരീഡ്സിൻ്റെയും മറ്റും സമയത്ത് സാനിറ്ററി നാപ്കിൻ മാറ്റാൻ പോലുമുള്ള സൗകര്യം ഇത്തരത്തിൽ ബങ്കറുകളിൽ ഇല്ല. പൊടിപടലങ്ങളാണ്. ആസ്മ രോഗികളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ ഒരു 4 ദിവസം പരിശോധിക്കുകയാണെങ്കിൽ ഈ കുട്ടികളെല്ലാം തന്നെ ബങ്കറുകളിലാണ് തുടരുന്നത്. ഇനി അധിക ദിവസം ഇവർക്ക് ഈ തരത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഈ ബങ്കറിൽ തുടരാനുള്ള അവസ്ഥയില്ല. ഹരിപ്രിയ കായംകുളം സ്വദേശിയാണ്. ഖാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. ഹരിപ്രിയയോടൊപ്പം ഏതാണ്ട് ഒരു 250 പേരുണ്ട്. ഇവർ ഒലെക്സിവിസ്ക എന്നുള്ള പ്രത്യേക സ്ഥലത്താണ്, ഈ ഖാർക്കീവിൽ അവിടെയാണുള്ളത്. അവിടെയും സമാനമായ സാഹചര്യമാണ്. ഇവർക്ക് ഈ തരത്തിൽ പെൺകുട്ടികൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ബങ്കറിലും മറ്റും അനുഭവിക്കുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘം ഈ അതിർത്തി രാജ്യങ്ങളിലേക്ക് എത്തുന്നു, അവിടെ കൃത്യമായ ഏകോപനം നടത്തുന്നു എന്നൊക്കെയുള്ളത് നമ്മുടെ കുട്ടികളെ
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ അവർ അത് അത്തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ ചർച്ച തുടങ്ങിയെന്ന വിവരവും ലഭ്യമാണ്. ബെലാറൂസ് മാധ്യമങ്ങളാണ് ഇപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെലാറൂസ് പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള റഷ്യൻ സംഘത്തിൻ്റെ ചർച്ചയാണ് തുടങ്ങിയത്. 4 മണിയോട് കൂടി ചർച്ച തുടങ്ങിയെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. അശ്വതി. ശരി സജീവ്, ബെലാറൂസ് നഗരമായ ഗോമലിൽ വെച്ചാണ് ചർച്ച. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഈ കാണുന്ന സ്ഥലത്താണ് ചർച്ച നടക്കുക. എന്തൊക്കെ കാര്യങ്ങളാകും ഈ ചർച്ചയിൽ ഉയർന്നു വരിക? എത്രത്തോളം ഈ ചർച്ച സമാധാനപരമായി അല്ലെങ്കിൽ ലക്ഷ്യം കാണും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. റഷ്യ യുക്രൈൻ ചർച്ചയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ ചർച്ച തുടങ്ങിയിരിക്കുന്നു, സമാധാന ചർച്ച തുടങ്ങിയിരിക്കുന്നു. ബെലാറൂസ് നഗരം ഗോമലിൽ ഇപ്പോൾ ചർച്ച ആരംഭിച്ചതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സമാധാന ചർച്ച തുടങ്ങാനിരിക്കെ തന്നെ വീണ്ടും റഷ്യയെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തിയതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വാർ ഡെസ്കിൽ നിന്നും സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, ഈ ചർച്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതിരോധ മന്ത്രിമാർ ഉൾപ്പെടുന്ന സംഘമാണ് ചർച്ച നടത്തുന്നത്. ബെലാറൂസിൻ്റെ പ്രതിരോധ മന്ത്രിയുമായാണ് ഇപ്പോൾ ചർച്ച തുടങ്ങിയത്. അതായത് റഷ്യൻ സംഘമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ബെലാറൂസിൻ്റെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. ഇന്നലെ അത്തരത്തിലുണ്ടായിരുന്നില്ല. ബെലാറൂസിൽ വെച്ച് ചർച്ച നടത്തിയപ്പോൾ തന്നെ ബെലാറൂസിൻ്റെ പ്രതിനിധി അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇന്ന് പക്ഷേ ബെലാറൂസിൻ്റെ പ്രതിനിധി കൂടി പ്രതിരോധ മന്ത്രി തന്നെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന വിവരമുണ്ട്. ഈ തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ തുടക്കമായി എന്നാണ് ബെലാറൂസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈന് ആവശ്യമായ മാനുഷികമായ പിന്തുണ നൽകാൻ, അതായത് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള മറ്റ് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കീവിൽ വെടിനിർത്തലായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളുകളുടെ പലായനവും തുടങ്ങിക്കഴിഞ്ഞു. ഈ തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. റഷ്യൻ സംഘം ഇപ്പോൾ ബെലാറൂസ് പ്രതിരോധ മന്ത്രിയുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ഒരു സാധ്യത എന്താണ് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം TJ ശ്രീലാൽ, ഇൻപുട്ട് എഡിറ്റർ, നമ്മോടൊപ്പം ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ചർച്ച കൊണ്ടുള്ള ഗുണം, സെലൻസ്കി തന്നെ പറയുന്നു, ഈ ചർച്ചയിൽ തനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, തൻ്റെ ഭാഗത്തു നിന്നുള്ള ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഈ ചർച്ച ഫലം ചെയ്യില്ല എന്ന് വേണമോ നമ്മൾ കരുതാൻ? സജീവ്, അത്രയ്ക്ക് അങ്ങനെ കരുതേണ്ട കാര്യമേ വരുന്നില്ല. അതായത് ഇതൊരു ചർച്ച തുടക്കമിടുകയാണ്. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ആദ്യവട്ട ചർച്ച എന്നതിലേക്കാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 2 രാജ്യങ്ങളുടെ, അതായത് ഇടനിലക്കാരായി ഇപ്പോൾ എത്തിയിട്ടുള്ള ബെലാറൂസിൻ്റെയും യുക്രൈൻ്റെയും പ്രതിരോധ മന്ത്രിമാർ തന്നെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ആ ചർച്ചയുടെ തലത്തിന്, ചർച്ചയുടെ ഒഫീഷ്യൽ തലത്തിന് ഒരു പുതിയ മാനം കൈവന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്ന് രാവിലെയും ഈ ചർച്ചയിൽ യാതൊരു ഉപാധികളുമില്ല എന്ന് തന്നെയായിരുന്നു റഷ്യയും അതോടൊപ്പം തന്നെ യുക്രൈനും പറഞ്ഞിരുന്നതെങ്കിലും ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്ക് തൊട്ട് മുന്നിലെത്തുമ്പോൾ, ചർച്ചയ്ക്ക് തുടക്കം കൊടുക്കുമ്പോൾ യുക്രൈൻ പ്രസിഡന്റ് നിലപാട് മാറ്റുകയും അദ്ദേഹം റഷ്യ പിൻവാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയിലെ പ്രധാന ഒരു വിഷയം എന്ന തലത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഈ ചർച്ച നടക്കില്ല എന്നുള്ള അല്ലെങ്കിൽ ചർച്ച നടക്കാൻ ഉള്ള സാഹചര്യം പ്രഖ്യാപിച്ചപ്പോൾ പോലും ചർച്ച നടക്കുമോ എന്നുള്ളൊരു ആശങ്ക വലുതായിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോഴും വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു. കീവിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം, യുക്രൈൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ തോതിലുള്ള ബോംബാക്രമണം മറ്റും നടന്നിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഈ ചർച്ചയിലേക്ക് കടന്നത് തന്നെ. പക്ഷേ ചർച്ചയിലേക്ക് ഈ പ്രതിരോധ മന്ത്രിമാർ തന്നെ പങ്കെടുക്കുന്നതോടെ ചർച്ചയുടെ തലം മാറുന്നു. ചർച്ചയ്ക്ക് കുറച്ചുകൂടെ ഒരു സീരിയസ് നേച്ചർ വരുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അപ്പോഴും ഈ ചർച്ചയിൽ യുക്രൈൻ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം അത് അവരുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. റഷ്യ മാറണം, റഷ്യ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണം, റഷ്യ സമാധാനത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന്. അത് ഒരു കാരണവശാലും റഷ്യ അംഗീകരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു ഉപാധി അംഗീകരിക്കാൻ
അംഗീകരിക്കാനായിരുന്നുവെങ്കിൽ റഷ്യക്ക് ഇപ്പോൾ ഈ യുദ്ധത്തിന് തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. സോ അതാണ് ഇപ്പോൾ റഷ്യ ഇതിനകത്ത് എന്തായാലും റഷ്യ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ചർച്ചയിൽ നിന്ന് അടുത്ത ചർച്ചകളിലേക്കുള്ള തുടർ നടപടികളിലേക്കുള്ള തുടർ ചർച്ചകളിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാകും ഇത് എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ലോകരാജ്യങ്ങൾ വച്ച് പുലർത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റഷ്യയ്ക്ക് ഇത്തരമൊരു ചർച്ചയിലേക്ക് എത്തുന്നു, ഇത്തരമൊരു ചർച്ചയ്ക്ക് വരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് വരുത്തി തീർക്കേണ്ടതും ലോകത്തെ കാണിക്കേണ്ടതുമായ ആവശ്യങ്ങൾ പലതുമുണ്ട്. കാരണം ലോകരാജ്യങ്ങൾ ഇപ്പോൾ പൊതുവിൽ റഷ്യക്കെതിരെയുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. മിക്ക രാജ്യങ്ങളും റഷ്യയുടെ അനുകൂലമായ രാജ്യങ്ങൾ ഒന്നുകിൽ മിണ്ടാതിരിക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യുന്നു. മറ്റു രാജ്യങ്ങൾ റഷ്യക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. റഷ്യ നടത്തുന്നത് അധിനിവേശമാണ്, അതിക്രമമാണ് എന്നുള്ള തരത്തിലേക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റഷ്യയെ ചേർക്കുന്നു, അതിന് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നു. സ്വിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്നും റഷ്യൻ ബാങ്കുകളെ പുറത്താക്കാനുള്ള വലിയ തോതിലുള്ള ആലോചനകൾ നടക്കുന്നു. ഇങ്ങനെ വലിയ തോതിൽ റഷ്യക്കെതിരെ ലോകവ്യാപകമായി ഇതൊന്നും റഷ്യയെ ബാധിക്കുമോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ റഷ്യയെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ റഷ്യയ്ക്ക് ഞങ്ങൾ ഒറ്റപ്പെടുകയല്ല, ഞങ്ങൾ ഏകപക്ഷീയമായ നടപടികളില്ല, ഞങ്ങളും ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നടപടി എടുത്തത്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചില നിലപാട് മാറ്റങ്ങൾ നടപടികൾ ഞങ്ങളും സ്വീകരിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കേണ്ട ഒരു ആവശ്യം കൂടി റഷ്യയ്ക്കുമുണ്ട്. അതാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് നടക്കുന്ന UN ചർച്ചയാണ് ഇതിനേക്കാൾ ഒരു പക്ഷേ പ്രധാനമാകാൻ പോകുന്നത്. UN പൊതുസഭയുടെ സമ്മേളനമാണ്. കാരണം UN പൊതുസഭയിൽ റഷ്യയുടെ ഈ നടപടിക്കെതിരെ മിക്ക അംഗരാജ്യങ്ങളും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന സംശയമില്ല. പൊതുവിൽ അവർ പുറത്തിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളായാലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായാലും ഏഷ്യൻ രാജ്യങ്ങളിൽ ചിലത് വലിയ തുറന്നു പറയുന്നില്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും റഷ്യയുടെ ഈ കടന്നാക്രമണത്തിനെതിരെ അതാണ് നമ്മൾ നേരത്തെ പറയുന്നത്. ഈ യുദ്ധം എത്ര നീളുന്നോ അത്രയും റഷ്യയ്ക്ക് വലിയ തോതിലുള്ള ഈ പൊതുസമൂഹത്തിൽ റഷ്യയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അത് മറികടക്കുന്നതിനുള്ള ചില നടപടികളാണ് റഷ്യ ഇപ്പോൾ ഇത്തരം ചർച്ചകളിലൂടെയും മറ്റും സ്വീകരിക്കുന്നത്. എന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട നിലപാടുണ്ടാകാൻ ലോകം കാത്തിരിക്കുന്നത് ഈ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. 2 തവണ റഷ്യക്കെതിരെ പ്രമേയം വന്നപ്പോഴും, ഒരു തവണ റഷ്യക്കെതിരെ തന്നെ പ്രമേയം വന്നു ഐക്യരാഷ്ട്രസഭയിൽ വന്നപ്പോൾ ഇന്ത്യ അതിൽ നിന്നും വിട്ടുനിന്നു. ഇന്ന് രാവിലെ വന്ന പ്രമേയത്തിൽ നിന്നും, ഈ പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള പ്രമേയത്തിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുന്നു. വൈകിട്ട് ചേർന്ന പൊതുസമ്മേളനത്തിലെ പ്രമേയത്തിൽ ഇന്ത്യക്ക് വിട്ടുനിൽക്കാൻ സാധിക്കില്ല. ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയേ മതിയാകും. അവിടെ ഇന്ത്യക്ക് ചേരിചേരാ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരുക എന്നുള്ളത് അസാധ്യമല്ലേ? സജീവ്, ഇവിടെ പക്ഷം പിടിക്കലോ പക്ഷം ചേരലോ അല്ല. ഇന്നിപ്പോൾ വരുന്ന പ്രമേയം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുള്ള പ്രമേയമാകും വരിക. അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഹ്വാനമാകും ഇന്നത്തെ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമ്മേളനത്തിൻ്റെ ഭാഗമായി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏതാണ്ട് വലിയ ഒരു രാജ്യം ഒരു ചെറിയ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്ന ഒരു വേദിയിൽ ഇന്ത്യക്ക് ഒരു കാരണവശാലും വിട്ടുനിൽക്കാനാകില്ല. വിട്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ അത് ന്യൂട്രൽ സ്വഭാവത്തിൽ നിൽക്കുക എന്നല്ല അത് വ്യാഖ്യാനിക്കപ്പെടുക. അത് ആക്രമിക്കുന്ന രാജ്യത്തെ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ആക്രമിക്കുന്ന രാജ്യത്തെ, അതായത് ഇവിടെ റഷ്യയെ അനുകൂലിക്കുന്നു ഇന്ത്യൻ നിലപാട് എന്ന തലത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള ഇന്ത്യൻ നിലപാടിൽ അങ്ങനെ തന്നെയാണ് ഒരു വ്യാഖ്യാനമോ ആരോപണമോ വരുന്നത്. അത് ഇന്ത്യക്ക് അങ്ങനെ നിന്ന് കൊടുക്കാൻ ഇനി ഇന്ത്യക്ക് സാധിക്കില്ല എന്നതാണ്. അത് തന്നെയാണ് രാവിലെ വളരെ തിടുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ തലത്തിൽ വലിയ ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ ചേർന്നതും. ഈ വൈകിട്ടത്തെ ഈ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീർച്ചയായും വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഇന്ത്യ കുറച്ചുകൂടി കർശനമായോ അല്ലെങ്കിൽ റഷ്യയോട് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന ആഹ്വാനം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്ത്യ വയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ അംബാസഡർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന. ഇതുവരെ ഇന്ത്യയുടെ നിലപാട് വളരെ സ്വീകാര്യമാണ് എന്നും സന്തോഷകരമാണെന്നും റഷ്യ പ്രതികരിക്കുകയുണ്ടായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ ഇന്ത്യ എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ്, അതായത് റഷ്യയുമായി പ്രതിരോധ തലത്തിലെല്ലാം തന്നെ ഉടമ്പടികളുണ്ട്, അത്തരമൊരു രാജ്യവുമായിട്ട് പെട്ടെന്ന് അതിനെ ഉപരോധിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുക തങ്ങൾക്ക് സാധ്യമല്ല എന്നൊരു നിലപാട് നേരത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും അറിയിച്ചിരുന്നു. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ? കാരണം അത്തരം ഉടമ്പടികൾ നിൽക്കുകയല്ലേ. ഇന്ത്യയുടെ തുടക്കത്തിലെ നിലപാടിൽ ഒരു തെറ്റും ആരും പറയുന്നില്ല. കാരണം വെച്ചാൽ റഷ്യ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി രക്ഷിക്കുന്നതിനും സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇറങ്ങിയെന്ന് റഷ്യ അവകാശപ്പെടുന്നു. യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്. ഈ ചെറിയ രാജ്യം എങ്ങനെ റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്നൊരു ചോദ്യം
ഇതിൻ്റെ ചോദ്യത്തിന് റഷ്യക്ക് തന്നെ മറുപടിയുണ്ട്. ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുകയോ നാറ്റോയുടെ ഭാഗമാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ, യുക്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും റഷ്യക്ക് എന്നുള്ളത് അവരുടെ നിലപാട് അവർ വിശദമാക്കുന്നു. ആ നിലപാട് വിശദീകരിച്ചതിന് ശേഷമാണ് ഇന്ത്യ ആദ്യത്തെ ഐക്യരാഷ്ട്രസഭയിൽ സെക്യൂരിറ്റി കൗൺസിൽ ആദ്യത്തെ പ്രമേയത്തിൽ ഇന്ത്യ മാറി നിൽക്കുന്നത്. അതിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടില്ല. കാരണം അത് റഷ്യക്കെതിരെയുള്ള പ്രമേയമായിരുന്നു. അതിൽ ഇന്ത്യ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇന്ത്യക്കില്ല. അതിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. പക്ഷേ അങ്ങനെ തുടർന്ന് പോകാൻ സാധിക്കില്ല. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല. ഇപ്പോൾ പാകിസ്ഥാനോ ശ്രീലങ്കയോ അതുപോലത്തെ ഏഷ്യയിലെ മറ്റു ചെറിയ രാജ്യങ്ങൾ ഇതുപോലെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്ര വിമർശിക്കപ്പെടില്ല. പക്ഷേ ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം അങ്ങനെയല്ല. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് അത്തരമൊരു മാറി നിൽക്കൽ നിലപാടുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇത്ര ഒരു ആക്രമണം നടക്കുമ്പോൾ. ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് റഷ്യ യുക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നുവെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നടപടികൾ വേണമെന്ന ആവശ്യവുമായി ലോകരാജ്യങ്ങൾ വരെയും അതിനെ പിന്തുണയ്ക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ അതല്ല. ഇവിടെ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയോട് സംയമനം പാലിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് മാറണമെന്നുള്ള ആഹ്വാനം ഇന്ത്യക്ക് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ലോകം തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അധിക ദിവസം അല്ലെങ്കിൽ അധിക നാൾ ഇതിൽ നിന്നും ഒരു ന്യൂട്രൽ കമ്പോണൻ്റായി നിൽക്കാൻ സാധിക്കുകയില്ല. അതിനകത്ത് ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സമാധാനം എന്നുള്ള ഒരു പൊതു തത്വത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കേണ്ടി വരും. Сегодня, в ходе сегодняшних переговоров, удастся найти пути решения всех кризисных вопросов. И все белорусы молятся за это. Любые ваши просьбы и предложения, касающиеся организации сегодняшней встречи, будут приняты и беспрекословно исполнены. Ждем результата. സമാധാന ചർച്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്ന് വരും മിനിറ്റുകളിൽ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ ചർച്ചയ്ക്കായി പ്രതിനിധികൾ അല്പസമയം മുമ്പ് അവിടെ എത്തിയിരുന്നു. ചർച്ച ആരംഭിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ബെലാറൂസ് നഗരമായ ഗോമലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും സമാധാന ചർച്ച എത്രത്തോളം അതിന് സാധ്യതയുണ്ട്, അത് എങ്ങോട്ടേക്ക് എത്തും, ഉപാധികൾ വെക്കുമോ റഷ്യ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഖാർക്കീവിൽ കുടുങ്ങിക്കിടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥി കൃഷ്ണയുടെ പ്രതികരണത്തിലേക്കാണ് ഇനി. കൃഷ്ണയ്ക്കൊപ്പം 150ഓളം മലയാളി വിദ്യാർത്ഥികളാണ് ബങ്കറിൽ കുടുങ്ങിക്കിടക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ഖാർക്കീവിലെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളിപ്പോൾ 4 ദിവസമായിട്ട് ഈ ബങ്കറിനുള്ളിലാണ്. ഈ ബങ്കർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ട് അപ്പുറത്തെ മെസ്സിൻ്റെ താഴെയുള്ള ബങ്കറാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വാഷ്റൂമോ ഒന്നുമില്ല. ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി മുകളിലെ മെസ്സിൽ പോകണം. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ കൂടെയുള്ളത് 150 പെൺകുട്ടികളാണ്. അവർക്ക് മെൻസ്ട്രേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ വാഷ്റൂമിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഓരോ ദിവസമായി കഴിയുമ്പോഴും പാടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 2 ദിവസം എല്ലാം നമ്മൾ കാത്തു നിന്നു എന്തെങ്കിലും ഒരു ഇവാക്വേഷൻ പ്ലാൻ എന്തെങ്കിലും ഒന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ. ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഈ ഒരു മുറിക്കകത്ത് ബോംബിൻ്റെ ഒച്ച മിനിറ്റ് കേട്ട് ഒരു ദിവസം ഫുൾ കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ 4 ദിവസമായിട്ട് ഇതിനകത്താണ്. ഇതുവരെയായിട്ടും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇവാക്വേഷൻ പ്രോസസ്സ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ശരിക്കും പറഞ്ഞാൽ ബോർഡറിലുള്ള സ്ഥലങ്ങളാണ്. അവർക്ക് അവിടുന്ന് ജസ്റ്റ് ട്രാവൽ ചെയ്താൽ മതി. ഞങ്ങൾക്കതല്ല. ഞങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ പോകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ യുക്രൈനിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ കൊടും ദുരിതത്തിലാണ്. വെള്ളവും ഭക്ഷണവും തീർന്നു തുടങ്ങി. ശാരീരിക അവശതകളും അസുഖങ്ങളും തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഞങ്ങൾ ഖാർക്കീവിലെ VM ഗരാസിനിലെ സ്റ്റുഡൻസ് ആണ്. നമ്മളിപ്പോൾ മെട്രോയിൽ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി നമുക്കിവിടുന്ന് പുറത്തോട്ട് പോകാനോ വരാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫുഡൊന്നും ഇല്ല, എല്ലാം തീർന്നിരിക്കുകയാണ്.
പുറത്താണെങ്കിൽ നല്ലോണം ഷെല്ലിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ആരെയും പുറത്ത് വിടുന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഫുഡ് സോഴ്സ് ഒക്കെ തീർന്നു. വെള്ളമാണെങ്കിൽ നമുക്കിപ്പം വെള്ളം നമുക്ക് ഇത്ര ക്യാന വെള്ളമാണ്, ഇത്രയും വെള്ളമാണ് നമ്മൾ 9 പേര് ഉപയോഗിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒന്നും ഫുഡൊന്നും കിട്ടിയിട്ടില്ല, കാരണം പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. രാവിലെ തൊട്ട് അവർ അത് ബ്ലോക്ക് ചെയ്തേക്കാണ്, അകത്തോട്ടും പോരാൻ പറ്റില്ല, പുറത്തോട്ടും പോരാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എവിടുന്നോ അവർ നമുക്ക് ഇത്ര ബ്രെഡാണ് തന്നേക്കുന്നത്, ഈ ബ്രെഡാണ് നമ്മൾ 9 പേര് തിന്നാനുള്ളത്. എപ്പോഴാ ഇതിന് പുറത്തു പോവാ, അകത്തേക്ക് വരാ, ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. യുദ്ധമുഖത്തെ ദുരിതത്തിന്റെ നേർ ചിത്രമാണിത്. 9 പേർക്ക് ജീവിക്കാൻ അരക്കുപ്പി വെള്ളവും പകുതി പാക്ക് ബ്രെഡും. ഇത് കഴിഞ്ഞാൽ ഇനി എന്തെന്ന് അവർക്കറിയില്ല. രാത്രിയിൽ -7 ഡിഗ്രി വരെയാണ് തണുപ്പ്. കൊടും തണുപ്പും കുടിവെള്ളക്ഷാമവും പ്രാഥമിക കാര്യങ്ങൾക്ക് സൗകര്യമില്ലാത്തതും മണിക്കൂറുകൾ നീണ്ട നരകയാത്രയും മൂലം നിരവധി വിദ്യാർത്ഥികൾ അവശരായി തുടങ്ങി. ഞങ്ങളിപ്പം അവസാനമായിട്ട് ഇവിടെ ഒരു ട്രൈ ഇവിടെ നടത്താൻ പോവാണ്. ഞങ്ങളെ റൊമാനിയൻ ബോർഡർ കടത്തുമോ ഇല്ലെന്ന് അറിയാനായിട്ട്. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ട്രൈ ആണ്. ഇത് ആർക്കും വയ്യ. ഒരു 1-1.5 മണിക്കൂറൂടെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കാൻ പോവാ. ഞങ്ങളതിനെ കയറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് നടന്നോ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ടെർണോപ്പിൽ ഇപ്പൊ റെഡ് സോൺ ആണ്. പക്ഷെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് തന്നെ തിരിച്ച് പോവാന്ന് വിചാരിച്ചേക്കാം. കാരണം ആർക്കും ഒട്ടും വയ്യ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത്രയും പേരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ആർക്കും ഒട്ടും വയ്യ എന്നുള്ള കാര്യം. റൊമേനിയൻ അതിർത്തിയിലെത്തിയ ലക്ഷ്മിപ്രിയയുടെ അവസ്ഥയാണിത്. സംഘത്തിൽ 40ഓളം വിദ്യാർത്ഥികളുണ്ട്. അതിർത്തിയിലെത്തിയ വിദ്യാർത്ഥികളുടെ ദുരിതത്തെക്കാൾ തീവ്രമാണ് ബങ്കറുകളിൽ ദിവസങ്ങളായി കഴിയുന്നവരുടെ അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഫയറിംഗ് സൗണ്ടുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. വൈകുന്നേരമായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഹോസ്റ്റലിലുള്ള എല്ലാവരും അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയേക്കാണ്. ഇപ്പോഴും ഞങ്ങൾ ഭയപ്പെട്ട് എന്താ ഉണ്ടാവുക അറിയാത്തൊരു രീതിയിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. സ്ലോവാക്യ, ഹംഗറി അതിർത്തികളിലും 100 കണക്കിന് വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. എംബസിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ അതിർത്തി കടത്തിവിടൂവെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറാന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ചൊന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറകോട്ട് വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബോർഡർ എത്തുമ്പോഴത്തേക്കും അവർ പറയണ എംബസിയുടെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല, സോ നിങ്ങൾ കടത്തിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ തിരിച്ചും പോകാൻ പറ്റില്ല, ബോർഡർ കടത്തി വിടുന്നില്ല. യുക്രൈന്റെ കിഴക്കൻ മേഖലയിലും കീവ്, ഖിർക്കീവ്, സപ്പോരിയ മേഖലയിലും ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് മാത്രമാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. റഷ്യൻ അതിർത്തി തുറന്നാൽ മാത്രമേ കിഴക്കൻ മേഖലയിലൂടെയുള്ള രക്ഷാദൗത്യം സാധ്യമാകൂ. വാർഡസ്ക്, ന്യൂസ് 18. യുക്രൈനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. 19,000-ത്തിലധികം ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ക്രോഡീകരിച്ചു കഴിഞ്ഞതായും കേന്ദ്രം അറിയിച്ചു. മലയാളി വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. ഹർജി ബുധനാഴ്ചത്തേക്ക് മാറ്റി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കേന്ദ്ര സർക്കാർ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ അറിയിച്ചത്? അശ്വതി, റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ മുഴുവൻ ഇന്ത്യക്കാരെയും നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 19,000-ത്തിലധികം ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇതിനകം ക്രോഡീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ അറിയിച്ചു. യുക്രൈനിലെ മലയാളി വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കേന്ദ്രം വിശദീകരണം നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ വിശദീകരണത്തെ തുടർന്ന് ഹർജി ബുധനാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 2 അഭിഭാഷകരുടെ കുട്ടികളടക്കം യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ 24 മുതൽ കുട്ടികളുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും അടിയന്തര നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. എന്തായാലും കേസിന് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ ഗംഗ ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാർ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടേക്കും. ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, VK സിംഗ് എന്നിവരെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഏകോപന ചുമതലയേൽപ്പിച്ചു. കീവിൽ വാരാന്ത്യ കർഫ്യൂ നീക്കിയതിനാൽ ട്രെയിനുകളിൽ ഉടൻ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് എംബസി നിർദ്ദേശം നൽകി. രക്ഷാദൌത്യത്തിന്റെ ഭാഗമായുള്ള 6ാമത് വിമാനം 240 പേരുമായി ഹംഗറിയിൽ നിന്ന് പുറപ്പെട്ടു. അതേസമയം യുക്രൈനിൽ വരുന്നവർക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ കേന്ദ്രം ഇളവ് പ്രഖ്യാപിച്ചു. രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ വേഗത്തിലും കാര്യക്ഷമവുമാക്കുന്നതിനാണ് കേന്ദ്രമന്ത്രിമാരെ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, VK സിംഗ് എന്നിവർക്കാണ് ഏകോപന ചുമതല. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള ആശയവിനിമയം ഫലപ്രദമാക്കാനും ഇതുവഴി കഴിയും.
ആക്രമണം രൂക്ഷമായ കിഴക്കൻ ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും സർക്കാർ തേടുന്നുണ്ട്. കീവിൽ വാരാന്ത്യ കർഫ്യൂ നീക്കിയതിനാൽ ട്രെയിനുകളിൽ ഉടൻ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് എംബസി നിർദ്ദേശം നൽകി. റഷ്യ യുക്രൈൻ സ്ഥാനപതിമാരുമായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറി. പോളണ്ട് അതിർത്തിയിൽ കുടുങ്ങിയവരെ ക്യാമ്പിലെത്തിക്കാൻ പ്രത്യേക ബസ്സുകൾ സജ്ജമാക്കി. പോളണ്ട്, റുമേനിയ, ഹംഗറി, സ്ലോവാക്യ, മാൾഡോവ അതിർത്തികൾ കടക്കുന്ന ഇന്ത്യക്കാരെ സഹായിക്കാൻ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി റുമേനിയയിലെ ബുക്കാറസ്റ്റിൽ നിന്നുള്ള വിമാനം ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി. 12 മലയാളികൾ അടക്കം 249 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. We were in terrible conditions, but उन्होंने मेक श्योर किया, हर स्टोन अनटर्न किया कि हर एक बच्चा वापस इंडिया आ सके. काफी फ्रेंड्स हैं जो खार्किव मेडिकल यूनिवर्सिटी में पढ़ते हैं, उनको अभी तक बंकर्स में रखा गया है. वो बहुत ज्यादा टेरेबल कंडीशंस में हैं. इवन उनके फोन स्विच्ड ऑफ है, उनका घर से कोई कांटेक्ट नहीं है. उनके पेरेंट्स इतने ज्यादा वरिड हैं. हर एक पेरेंट का यही होता है कि उनका बच्चा सेफ हैंड्स में हो, ठीक है, सेफ हो, हर बार सेफ हो, ठीक है. और जब उनको ये न्यूज मिलती थी कि अब बम फट गया, ठीक है, अब एयरपोर्ट पे अटैक हो गया, अब हमारे बच्चे बंकर्स में हैं, ऑब्वियसली वो सो भी नहीं पा रहे होंगे और कुछ सोच भी नहीं पा रहे होंगे. ന്യൂസ് 18 ഡൽഹി. കത്തിയെരിഞ്ഞ് കീവും ഹാർക്കീവും. യുക്രൈനിലെ 1ഉം 2ഉം നഗരങ്ങൾ പിടിക്കാൻ കനത്ത ഷെല്ലാക്രമണത്തിന് തുടക്കമിട്ട റഷ്യ യൂറോപ്യൻ ആയുധങ്ങളുമായി അതിശക്തമായി പ്രതിരോധിക്കുകയാണ് യുക്രൈൻ. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ ദൃശ്യങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടു. ചെർണോബിൽ വാസസ്ഥലത്തിന് നേരെ ബോംബാക്രമണം തുടങ്ങി. ലുഡ്സ്ക്, ഖേഴ്സൺ, ഒഡേസ എന്നീ നഗരങ്ങളിലും രാവിലെ തന്നെ വ്യോമാക്രമണം ആരംഭിച്ചു. ഇതുവരെ കരുതിയതിലും പേടിപ്പിക്കുന്ന കാഴ്ചകളാണ് യുക്രൈൻ നഗരങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. വീടുകളും കാറുകളും മിസൈൽ ആക്രമണത്തിൽ തകരുകയാണ്. നിരവധി റഷ്യൻ സൈനികരെ പിടികൂടി വെടിവെച്ച് കൊല്ലുകയാണ് യുക്രൈൻ പട്ടാളവും ആൾക്കൂട്ടവും. രാവിലെ 6:30-ക്ക് ഒരേ സമയം 2 നഗരങ്ങളിലാണ് അപായ സൈറൺ മുഴങ്ങിയത്. വ്യോമാക്രമണം ആരംഭിക്കുന്നെന്ന് അറിയിച്ച് കീവിലും ഖാർക്കിവിലും. തലസ്ഥാനമായ കീവിന് 6 കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴും റഷ്യൻ സൈന്യം. രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവ് ആദ്യം റഷ്യ പിടിച്ചെന്ന് വാർത്തകൾ വന്നെങ്കിലും തിരികെ പിടിച്ചെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു. ഖാർക്കിവിൽ നിന്ന് യുദ്ധഭീകരതയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. വഴി നീളെ സൈനികർ കത്തിക്കരിഞ്ഞു കിടക്കുകയാണ്. പുലർച്ചെയാണ് ചെർണോബിൽ വാസസ്ഥലങ്ങൾക്ക് നേരെ റോക്കറ്റ് ബോംബുകൾ വന്നത്. വിമതർ നിയന്ത്രിക്കുന്ന ഡോൺടെസ്കിൽ യുക്രൈനിയൻ വംശജരുടെ വീടുകൾക്ക് നേരെ കനത്ത ആക്രമണമുണ്ടായി. തകർന്നു നാശമായി കിടക്കുകയാണ് യുക്രൈനിലെ 5 നഗരങ്ങൾ. ലുഡ്സ്ക്, ഇവാനോ ഫ്രാൻകിവ്സ്, ഖേഴ്സൺ, ഒഡേസ എന്നിവിടങ്ങളിലാണ് അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. യുക്രൈനിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് അതിഭീകരമായ നാശമുണ്ടായെന്ന് വ്യക്തമാക്കുകയാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ. വാർഡസ്ക്, ന്യൂസ് 18. യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്ത് പോളണ്ട് അതിർത്തിയിലെത്തിയ അഭിരാമി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിരാമി, ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെ നിന്ന് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുക? എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണോ? നമ്മളിപ്പോ ഇവിടെ ഒരു ഷെൽട്ടറിലാണ് ഉള്ളത്. നമ്മളിപ്പം ഒരു 100-400 പേര് ഇവിടെ ഉണ്ട്. ഫ്ലൈറ്റ് ഒക്കെ ഉടനെ അറേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ അതിനിപ്പോ പാസ്പോർട്ട് നമ്പറും നെയിമും ഒക്കെ എഴുതി മേടിച്ചായിരുന്നു. നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്തു തന്ന മൊത്തം ഇവിടെയുള്ള മലയാളീസ് ഒക്കെയാണ്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമ്മൾ വിചാരിച്ചത്ര ഹെൽപ്പ് ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. മലയാളീസാണ് നമുക്ക് ഫുൾ ഹെൽപ്പ് എല്ലാം ചെയ്തത്, ഷെൽട്ടർ എല്ലാം. സേഫ് ആയിട്ടുള്ള സ്ഥലത്താണല്ലോ അല്ലേ? ഇപ്പൊ സേഫാ. പക്ഷെ ഇനി ഒരുപാട് പിള്ളേർ അവിടെ ബോർഡറിലുണ്ട്. അവർക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ അവർക്ക് വരാൻ വേണ്ടി നോക്കുമ്പോ അവരുടെ നോ നീഡ് ടു കം എന്നൊക്കെയാണ് പറയുന്നത്. അവരെ വിടുന്നില്ല ബോർഡറിൽ നിന്ന്. ഇപ്പൊ അവർക്ക് അവിടെ ട്രാപ്പ് ആയിട്ട് ഇക്കുവാണ്.
അവർ എംബസിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവർ അധികൃതരോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് കുട്ടികൾ കൂടി അവിടെ ഉണ്ടെന്ന്? ഒന്നും ചെയ്യുന്നില്ല. നമ്മള് ബോർഡ് കണക്ട് ചെയ്യാൻ പറ്റുള്ള മലയാളീസ് ആണ്. വണ്ടി ബുക്ക് ചെയ്യുന്ന മലയാളിയാണ്. എംബസിന് നമ്മളില്ല. അഭിരാമി, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ പോളണ്ട് ബോർഡറിലേക്ക് എത്തിയത്? കേൾക്കാമോ? നമ്മള് സ്വന്തം വരെ എത്തിയത്. എന്നിട്ട് ബോർഡർ ക്രോസ് ചെയ്തതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട ആ ഉണ്ടിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയോ വന്നതാണ്. എങ്ങനെ വന്നത് നമുക്ക് കൂടി അറിയത്തില്ല. ഒരു ഹെൽപ്പ് ഒന്നും എംബസി ചെയ്തില്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെ ദേഹം മുറിയും മിലിറ്ററിക്കാരിൽ നിന്ന് അടിയിട്ട് എല്ലാം ചെയ്തായിരുന്നു. നമുക്ക് ചവിട്ട് ഇടി, നമ്മളൊക്കെ തറയിലിരിക്കുമ്പോൾ മിലിറ്ററിക്കാർ നമ്മളെ ചവിട്ടി അങ്ങോട്ട് നീക്കിയിരുത്തും. നമ്മളൊക്കെ റോഡിലാണ് കിടന്ന് ഉറങ്ങി ഇന്നലെ മെനഞ്ഞാന്നൊക്കെ. ഫുഡില്ല, വെള്ളമില്ല, വാഷ്റൂം ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ നടന്നാണോ വന്നത് അവിടുന്ന്? 30 കിലോമീറ്റർ നടന്ന നമ്മൾ വന്നത്. 30 കിലോമീറ്റർ. ഇപ്പൊ കൂടെ ഉള്ളവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരുടെ ദേഹവും ഇപ്പം നീരൊക്കെ പിടിച്ചിട്ടുണ്ട്. മുറിഞ്ഞു, കുറെ പേർക്ക് കാല് വയ്യ. ഇവിടെ പക്ഷേ നമുക്ക് ഡോക്ടർ ഒക്കെ ഉണ്ട്, മെഡിക്കൽ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഫുഡൊക്കെ കിട്ടിയായിരുന്നു. അതുവരെ 4 ദിവസം നമുക്ക് ഫുഡും ഇല്ല, വെള്ളമില്ല, വാഷ്റൂം ഇല്ല, ഒന്നുമില്ല. റോഡിലേക്ക് നമ്മൾ കിടന്നുറങ്ങിയ -3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. അഭിരാമി, എവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ലവീവിലെ സ്റ്റുഡന്റാ. ഇപ്പം അഭിരാമിക്ക് ഒപ്പം എത്ര പേരുണ്ട്? അവരെ ഒന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ബാക്ക് ക്യാമറ ഇട്ട്. ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. അഭിരാമി, എന്തായാലും ഇപ്പം നിങ്ങൾ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അവരിപ്പം നിങ്ങൾ അവിടെ എത്തിയത് വളരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ താണ്ടിയാണ് അവിടെ എത്തിയത്. സൈനികരുടെ കയ്യിൽ നിന്ന് അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, മനസ്സിലാകുന്നു. എന്തായാലും ഇപ്പോൾ സേഫായിട്ടിരിക്കുകയല്ലേ, വലിയ സന്തോഷം. ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ബാക്കിയുള്ളവരെ കൂടി ഇതുപോലെ അതിർത്തികളിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സേഫായിട്ടിരിക്കും. ഓക്കെ. റഷ്യ യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് ആവർത്തിച്ച ഇന്ത്യ. UN പൊതുസഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. അതിർത്തികളിൽ സങ്കീർണവും അനിശ്ചിതത്വവുമായ സാഹചര്യമാണുള്ളതെന്നും ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ ശ്രമങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ വെള്ളിയാഴ്ച അവതരിപ്പിച്ച പ്രമേയത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. UN പൊതുസഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രമേയത്തിലും ഇന്ത്യ നിഷ്പക്ഷ നിലപാട് ആവർത്തിച്ചു. ഇന്ത്യക്ക് പുറമെ ചൈനയും UAEയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അക്രമം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചു. ഇരു രാജ്യങ്ങളും ശത്രുത ഇല്ലാതാക്കണം. റഷ്യയുമായും യുക്രൈനുമായുള്ള സംഭാഷണങ്ങളിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടതായും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. In this regard, we welcome today's announcement by both sides to hold talks at the Belarus border. ബെലാറൂസ് അതിർത്തിയിൽ നടക്കുന്ന ചർച്ചയെ സ്വാഗതം ചെയ്യുന്നതായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. അതിർത്തികളിൽ സങ്കീർണവും അനിശ്ചിതത്വവുമായ സാഹചര്യമാണുള്ളതെന്നും ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ ശ്രമങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായും ഇന്ത്യ ആശങ്കയറിയിച്ചു. Our evacuation efforts have been adversely impacted by the complex and uncertain situation at the border crossings. It is important to maintain an uninterrupted and predictable movement of people. UN പൊതുസഭയുടെ അടിയന്തര യോഗത്തിലും ഇന്ത്യ നിഷ്പക്ഷ നിലപാട് ആവർത്തിക്കുമെന്നാണ് വിവരം. ന്യൂസ് 18 ഡൽഹി. ഐക്യരാഷ്ട്ര സംഘടനയുടെ അസാധാരണ പൊതുയോഗം ഇന്ന് ചേരുമ്പോൾ നിർണായകമാവുക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടാണ്. സുരക്ഷാ കൗൺസിലിൽ 2 വോട്ടെടുപ്പിലും ചൈനയ്ക്കും UAEക്കുമൊപ്പം വിട്ടുനിന്ന ഇന്ത്യ പൊതുസഭയിൽ എന്തു പറയുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. 1950 മുതലുള്ള ചരിത്രത്തിൽ ഇത് 11ാം തവണയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുയോഗം. 1950-ൽ കൊറിയൻ യുദ്ധത്തിലെ പ്രമേയം റഷ്യ വീറ്റോ ചെയ്തതോടെ തുടക്കമിട്ടതാണ് യുണൈറ്റഡ് ഫോർ പീസ് എന്ന ചട്ടം ഉപയോഗിച്ചുള്ള പൊതുയോഗങ്ങൾ. 72 വർഷത്തിനു ശേഷം വീണ്ടും ചേരുന്നതും റഷ്യയുടെ വീറ്റോ മറികടക്കാനാണ്. ഒരു പതിറ്റാണ്ടിടെ ആദ്യത്തെ അടിയന്തര യോഗം.
സുരക്ഷാ കൗൺസിലിൽ പൊതുസഭ വിളിക്കാനുള്ള പ്രമേയത്തിലും ഇന്ത്യ വിട്ടുനിന്നു. 15-അംഗ കൗൺസിലിൽ റഷ്യ എതിർത്തു. ഇന്ത്യയും ചൈനയും UAEയും വിട്ടുനിന്നു. For the first time in decades, it has called for an emergency special session in the General Assembly. റഷ്യക്കെതിരായ പ്രമേയം അവതരിപ്പിച്ച യോഗത്തിന് സമാനമായ സ്ഥിതി. പൊതുസഭയ്ക്ക് റഷ്യൻ നിലപാടിനെ അപലപിക്കുന്നു എന്ന പ്രമേയം പാസാക്കാൻ മാത്രമാണ് അധികാരം. മറ്റൊരു പ്രമേയത്തിലൂടെ ഉപരോധം ഏർപ്പെടുത്താൻ അംഗരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. എന്നാൽ വിലക്ക് പ്രഖ്യാപിക്കാനോ ഉപരോധം ഏർപ്പെടുത്താനോ നേരിട്ട് കഴിയില്ല. 193 രാജ്യങ്ങളിൽ എത്ര എണ്ണം വിട്ടുനിൽക്കുന്നു എന്നതാണ് നിർണായകമാവുക. 1958-ൽ സുയസ് സംഘർഷത്തിൽ വിളിച്ച പൊതുസഭയിൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ 19 രാജ്യങ്ങൾ വിട്ടുനിന്നു. 57 രാജ്യങ്ങൾ പിന്തുണച്ചു. ആരും എതിർത്തില്ല. ഇന്ന് റഷ്യ അല്ലാതെ ഏതൊക്കെ രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യും? രാത്രി 8:30 ആരംഭിക്കുന്ന യോഗത്തിൽ തെളിഞ്ഞു വരുന്നത് ലോകത്തിന്റെ ചേരുകൾ തന്നെയാവും. വാർഡസ്ക്, ന്യൂസ് 18. അഫ്ഗാൻ യുദ്ധത്തിൽ എന്നതുപോലെ ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമാണ് യൂറോപ്പിലേക്ക് സംഭവിക്കുന്നത്. അഫ്ഗാനിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ യൂറോപ്പ് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. വാസസ്ഥലങ്ങൾ ഉൾപ്പെടെ തകരുന്നതിനാൽ ബഹുഭൂരിപക്ഷത്തിനും മടങ്ങിവരുമ്പോൾ ജീവിതം ആദ്യം മുതൽ ആരംഭിക്കണം. പുറമെ പെയ്യുന്ന മഞ്ഞ് ഈ കുഞ്ഞു മനസ്സുകളെ പോലും തണുപ്പിക്കുന്നില്ല. എട്ടാണ്ടായി പോരാട്ടം നടക്കുന്ന മണ്ണാണെങ്കിലും ബഹുഭൂരിപക്ഷത്തിനും നാടുവിട്ടു പോകേണ്ടി വരുന്നത് ആദ്യമാണ്. എന്ന് തിരിച്ചുവരാൻ കഴിയുമെന്ന് പോലും ഉറപ്പില്ലാത്ത യാത്ര. സന്ധിയുണ്ടായില്ലെങ്കിൽ യുദ്ധം മാസങ്ങളോളം നീളാമെന്നാണ് ബ്രിട്ടൻ നൽകുന്ന മുന്നറിയിപ്പ്. പലരും എന്നേക്കുമായി നാടുവിടേണ്ടി വരുമോ എന്ന ഭയം മറച്ചുവെക്കുന്നില്ല. 3.5 ലക്ഷം യുക്രൈനിയൻ പൗരന്മാരാണ് 4 ദിവസം കൊണ്ട് യൂറോപ്പിലെത്തിയത്. അതിൽ ബഹുഭൂരിപക്ഷവും പോളണ്ടിലാണ്. ശേഷിക്കുന്നവർ റൊമാനിയ അതിർത്തി വഴിയും. ചിലരെങ്കിലും ബെലറൂസ് വഴി കടക്കാൻ ശ്രമിച്ചെങ്കിലും തടയപ്പെട്ടു. 2014-ൽ റഷ്യ ക്രിമിയ കീഴടക്കിയപ്പോൾ 15 ലക്ഷം പേരാണ് അഭയാർത്ഥികളായത്. റഷ്യൻ വിരുദ്ധരായിരുന്ന അവർക്കാർക്കും മടങ്ങിവരാൻ സാഹചര്യമുണ്ടായില്ല. യുക്രൈൻ റഷ്യ പൂർണ്ണമായും കീഴടക്കിയാൽ സമാന സ്ഥിതി വരുമെന്നാണ് പലരുടെയും ആശങ്ക. ജീവഭയത്താൽ യുക്രൈനിയൻ ഭാഷ സംസാരിക്കുന്നവർ തിരികെ വരാൻ മടിക്കും. റഷ്യ യുക്രൈൻ കീഴടക്കുന്ന സ്ഥിതിയുണ്ടായാൽ 30 ലക്ഷം പേർ വരെ അഭയാർത്ഥികളാകാം. പോളണ്ടിന് പുറമെ ഹംഗറി, സ്ലോവാക്യ, മൾഡോവ, റൊമാനിയ എന്നിവയാണ് ഇപ്പോൾ യുക്രൈനിയൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത്. റഷ്യ യുക്രൈൻ കീഴടക്കിയാൽ എക്കാലത്തേക്കും തണൽ നൽകാനുള്ള കെൽപ്പ് ഈ രാജ്യങ്ങൾക്കൊന്നുമില്ല. വാർഡസ്ക്, ന്യൂസ് 18. യുദ്ധഭീകരതയുടെ മുഖമായി മാറുകയാണ് കുഞ്ഞു പൊളീന. മാതാപിതാക്കൾക്കൊപ്പം കാറിലിരിക്കുമ്പോഴാണ് മിസൈൽ പതിച്ച് പൊളീന കൊല്ലപ്പെട്ടത്. ഇതാണ് പൊളീന, കീവിലെ 4ാം ഗ്രേഡ് വിദ്യാർത്ഥിനി. രാവിലെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം കാറിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു. പൊടുന്നനെയാണ് മിസൈൽ പതിച്ചത്. മുന്നിലിരുന്ന മാതാപിതാക്കൾ തൽക്ഷണം മരിച്ചു. പിന്നിലിരുന്ന പൊളീനയ്ക്കും മൂത്ത സഹോദരിക്കും ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ നടത്തിയ അടിയന്തര ഇടപെടലുകൾക്കും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരി അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്. മാതാപിതാക്കളും മരിച്ചതോടെ ആശുപത്രി മുറിയിൽ അനാഥമായി കിടക്കുകയായിരുന്നു പൊളീനയുടെ മൃതദേഹം. ബന്ധുക്കൾക്കും എത്താൻ കഴിയാത്ത സാഹചര്യമായതിനാൽ ജീവനക്കാർ തന്നെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അപ്പോഴും മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ കാറിലായിരുന്നു. വാർഡസ്ക്, ന്യൂസ് 18.
മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് കസ്റ്റഡിയിലുള്ള പ്രതി മരിച്ചു. തിരുവല്ലം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ജഡ്ജിക്കുന്ന് സ്വദേശി സുരേഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് മർദ്ദനം മൂലമാണ് മരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിനായി ഫുട്പാത്തുകൾ കയ്യേറി കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. കോടതിയുടെ ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായിട്ടും പരസ്യമായി ലംഘിക്കപ്പെട്ടുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തും ചെയ്യാമെന്നാണോ കരുതുന്നതെന്ന്, അപകടമുണ്ടായി ജീവൻ നഷ്ടമാകണോ ഉത്തരവുകൾ നടപ്പാക്കാനെന്നും കോടതി ചോദിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊച്ചിയിൽ കൊടിയുയരും. 400 പ്രതിനിധികളടക്കം 450ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തുടരും. പാർട്ടി സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന വികസനത്തിനായുള്ള നയരേഖയാണ് എറണാകുളം സമ്മേളനത്തിന്റെ പ്രത്യേകത. സമീപകാല സമ്മേളനങ്ങളെ അപേക്ഷിച്ച് വിഭാഗീയത പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട സമ്മേളനം എന്നാണ് പാർട്ടി എറണാകുളം സമ്മേളനത്തെ വിശേഷിപ്പിക്കുന്നത്. അനാരോഗ്യത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിന്ന് തിരിച്ചെത്തിയ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ തുടരും. പ്രായനിബന്ധന നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പതിവ് മുഖങ്ങളിൽ പലതും മാറും. രാവിലെ മുതിർന്ന പാർട്ടി അംഗം പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കം. അനാരോഗ്യത്തെ തുടർന്ന് VS എത്താത്ത സാഹചര്യത്തിൽ ആര് പതാക ഉയർത്തണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടുത്ത 25 വർഷത്തേക്കുള്ള കേരള വികസനത്തിൽ നിർണായകമായ നയരേഖയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4-ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.